1960-കളിൽ സംഭവിച്ച ദൗത്യങ്ങൾ, തുടർ ദൗത്യങ്ങൾ, ഒന്നിനു പിറകെ ഒന്നായി അപ്പോളോ ദൗത്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് അതിന് ചെലവായ ഒരു ഭീമമായ തുകയുണ്ട്. നമുക്ക് ഇന്ന് ചിന്തിച്ചാൽ ബോധം കെട്ടുപോകുന്ന അത്രമാത്രം വലിയ തുക. അതെന്താണെന്ന് അറിയണ്ടേ? അതുമായി നമുക്ക് ഇപ്പോഴത്തെ ദൗത്യങ്ങളെ ഒന്ന് കമ്പയർ ചെയ്യാം. വിശദമായ റിപ്പോർട്ട്. 1969 ചരിത്രപ്രസിദ്ധമായ അപ്പോളോ 11 ദൗത്യം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ലോകം അതിശയത്തോടെ വീക്ഷിച്ച ചരിത്ര ദൗത്യം. ഏകദേശം $35.5 കോടി ദൗത്യത്തിനായി അക്കാലത്ത് ചെലവായത്. ഇതുൾപ്പെടെ 1960 മുതൽ 73 വരെ 17 അപ്പോളോ ദൗത്യങ്ങളാണ് നാസ നടത്തിയത്. പ്രോജക്ട് അപ്പോളോയ്ക്ക് 13 വർഷത്തിനിടെ ചെലവായത് ഏകദേശം $2540 കോടി. നാണയപ്പെരുപ്പം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ മുഴുവൻ അപ്പോളോ പദ്ധതിയുടെയും ഇന്നത്തെ മൂല്യം ഏകദേശം $25,700 കോടി വരും. അതായത് 24 ലക്ഷം കോടി രൂപ. ഈ ഭീമമായ തുക അക്കാലത്തെ അമേരിക്കയുടെ മൊത്തം GDPയുടെ ഏകദേശം 2.5% 54 വർഷങ്ങൾക്ക് ശേഷം നടന്ന ആർടെമിസ് 2 വിക്ഷേപണത്തിന് മാത്രം ചെലവായത് $400 കോടി, ഏകദേശം 34,000 കോടി രൂപ. റോക്കറ്റും ഓറിയോൺ പേടകവും വികസിപ്പിക്കുന്നതിനായി $4,400 കോടി നാസയ്ക്ക് ചെലവായി. ചന്ദ്രനിലേക്കുള്ള നാസയുടെ ആർടെമിസ് പര്യവേഷണ പരിപാടിയുടെ മൊത്തം ബജറ്റ് $9,300 കോടി, ഏകദേശം 8.63 ലക്ഷം കോടി രൂപ. അതായത് ആർടെമിസ് പര്യവേഷണ ദൗത്യത്തിന്റെ ചെലവിന്റെ 3 ഇരട്ടിയാണ് 1960-70 കാലഘട്ടത്തിൽ പ്രോജക്ട് അപ്പോളോയ്ക്കായി അമേരിക്ക ചെലവഴിച്ചത്. ഇത്രയും വലിയ തുക ചെലവഴിച്ചുള്ള പദ്ധതികൾക്ക് തിരികെ വരുമാനം ലഭിക്കില്ല എന്നുള്ളതും രാഷ്ട്രീയമായി നേരിട്ട എതിർപ്പുമാണ് ചാന്ദ്ര ദൗത്യത്തിൽ നിന്ന് അമേരിക്ക പിന്മാറാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്നാൽ ചന്ദ്രനിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ച് മനുഷ്യൻ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയതോടെയാണ് വീണ്ടും നാസയുടെ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് ജീവൻ വച്ചത്. അപ്പോളോയിൽ നിന്ന് ആർടെമിസിലേക്ക് എത്തുമ്പോൾ സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റവും ചാന്ദ്ര ദൗത്യങ്ങൾക്ക് കരുത്തേകുകയാണ്. റിസർച്ച് ഡെസ്ക് 24. അപ്പം വ്യക്തമായല്ലോ, അത്രമാത്രം വലിയ തുകയാണ് അന്ന് ദൗത്യങ്ങൾക്ക് വേണ്ടി നാസ ചെലവാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ആ ദൗത്യങ്ങൾക്കൊരു പേസ് കുറഞ്ഞു വന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നേരത്തെ ഡോക്ടർ എൻ ഷാജി സൂചിപ്പിച്ചതുപോലെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് മനുഷ്യരുടെ വാസം മാറ്റുക എന്ന വലിയ ലക്ഷ്യമുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞു. ഇനി തുടർ ദൗത്യങ്ങളിലൂടെ അതിലേക്ക് എത്തുക എന്നതാണ് മനുഷ്യരുടെ ലക്ഷ്യം. അതിനായി നാസയും ഒപ്പം മറ്റ് വിവിധ രാജ്യങ്ങളിലെ നമ്മൾ ഉൾപ്പെടെ ISRO ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഗഗൻയാൻ ആരും മറന്നു പോകരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.